ഹലോ, ഗുഡ് മോർണിംഗ്. എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളൊരു ദിവാലി സ്പെഷ്യലൊക്കെ ആയിട്ട് നമ്മളൊരു ട്രിപ്പിന് വന്നിട്ടുള്ളത്. 2 ദിവസം ട്രിപ്പ് ഹംപിയിലാണ് ഇപ്പോൾ ഉള്ളത് നമ്മൾ. അപ്പോൾ ഹംപിയിൽ നിന്ന് കുറച്ച് വിട്ടുമാറിയിട്ടുള്ള ഒരു സ്ഥലത്താണ് ഇപ്പം ഇന്നലെ നമ്മൾ രാത്രി സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്നലെ രാത്രി നമ്മൾ എത്താൻ വേണ്ടിയിട്ട് ഒരു 12:30-1 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ എത്തി നമ്മൾ ടെൻറ്റിലൊക്കെ സ്റ്റേ ചെയ്തു. പിന്നെ നമുക്ക് ഈ റൂംസ് നമ്മൾ ഫ്രഷ് ആവാൻ വേണ്ടി റൂംസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ റൂംസിലൊക്കെ കയറി ഫ്രഷായി. ഇനി ഇപ്പോൾ ഇവിടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. നമ്മൾ ഹംപി എക്സ്പ്ലോർ ചെയ്യാൻ പോകണം. എല്ലാ സ്ഥലങ്ങളും നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റില്ല, കാരണം ഇന്നും നാളെയും മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് പറ്റുന്നൊക്കെ സ്ഥലങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യാം. അപ്പോൾ എൻ്റെ കൂടെ തന്നെ ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ബാക്കി വിശേഷങ്ങളൊക്കെ വഴിയെ കാണാം. നമ്മൾ ഇന്നലെ സ്റ്റേ ചെയ്ത സ്ഥലം എന്ന് പറയുന്നത് കോക്കനട്ട് ട്രീ ഹൗസ് എന്ന് പറഞ്ഞിട്ട് ഹംപിയിൽ നിന്ന് കുറച്ച് മാറിയിട്ടുള്ളൊരു സ്ഥലമാണ്, കുറച്ച് ഉള്ളോട്ടുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ ഇതാണ് നമ്മൾ ഇന്നലെ സ്റ്റേ ചെയ്ത സ്ഥലം. ഇത് ടെൻറ്റ്, അതുപോലെ തന്നെ ഡോർമെറ്ററി, പിന്നെ സെപ്പറേറ്റ് റൂംസും ടെൻറ്റും ഒക്കെ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഏതാണോ വേണ്ടതെന്നനുസരിച്ചിട്ട് അതിനനുസരിച്ച് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇവിടുന്ന് എല്ലാം സെറ്റായിട്ട് അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോകാൻ വേണ്ടി റെഡി ആയിട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ ഹംപി എന്ന് പറയുന്നത് ഒരു ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള നമ്മളെല്ലാവരും കാണാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ആർക്കിടെക്ചേഴ്സ് ഒക്കെ ഉള്ള ഒരു സ്ഥലമാണ്. നമ്മൾ അങ്ങനെ ഇവിടെ എത്തി. നമ്മൾ ആദ്യം വന്ന് വിരുപക്ഷ ടെമ്പിളിലേക്കാണ്. അപ്പോൾ നമ്മളിങ്ങനെ കുറേ കറങ്ങി വന്നപ്പം ഒരുപാട് ടെമ്പിൾ ഉണ്ടായിരുന്നു വരുന്ന വഴിക്കെല്ലാം. നമ്മളിങ്ങനെ ആലോചിച്ച് ഇതാണ്. പക്ഷേ അവസാനം നമ്മളിവിടെ എത്തി. ഇനി ഇവിടുന്ന് കുറച്ച് നമുക്ക് നടക്കാനുണ്ട്. കാർ പാർക്ക് ചെയ്ത് നടക്കണം. അപ്പം ഓട്ടോ ഡ്രൈവേഴ്സെല്ലാം വന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് അവർ കൊണ്ടാക്കണോ എന്നല്ല. പക്ഷെ ഒന്നും നമ്മൾ കേട്ടിട്ടില്ല. ഇനി അറിയില്ല എത്ര ദൂരം നടക്കാനുണ്ട്. എന്തായാലും നോക്കി നോക്കാം. നേരെ ടെമ്പിളിലേക്ക് പോയിരുന്നു. അപ്പം നമ്മൾ ഈ വിരുപക്ഷ ടെമ്പിൾ എന്ന് പറയുന്നത് തന്നെ എനിക്ക് ആ പേര് ഭയങ്കര സുപരിചിതമാണ്. കാരണം ഞാൻ മുന്നേ ഹംപിയിൽ പോയിട്ടുണ്ട്. നമ്മൾ കോളേജിൽ നിന്ന് ട്രിപ്പൊക്കെ പോയ സമയത്ത് ഈ സ്ഥലങ്ങളൊക്കെ കറങ്ങിയതാണ്. കുറച്ച് നാളുകൾക്ക് ശേഷം വീണ്ടും പോകുന്ന സമയത്ത് പണ്ടത്തെ ഓരോ ഓർമ്മകളും എൻ്റെ മനസ്സിൽ വരുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ എല്ലാ ഫ്രണ്ട്സിനോടും പറയുന്നുണ്ടായിരുന്നു ആ സമയത്ത് ഉണ്ടായിരുന്ന ഓരോ കാര്യങ്ങളും ഓരോ കഥകളും ഒക്കെ. കർണാടകയിലെ ഹംപിയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഹൈന്ദവ ക്ഷേത്രമാണ് 7-ാം നൂറ്റാണ്ടിലെ ശിവക്ഷേത്രമായ വിരുപക്ഷ ക്ഷേത്രം, അല്ലെങ്കിൽ അതിന്റെ വേറൊരു പേര് എന്ന് പറയുന്നത് പമ്പാപതി ക്ഷേത്രം എന്നാണ്. ഇവിടെയുള്ള സ്കൾപ്ചേഴ്സും പണ്ടത്തെ ആൾക്കാർ ചെയ്തിരിക്കുന്ന ഇത്രയും മനോഹരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ കാണുന്നത് നമുക്ക് എന്നൊരു അത്ഭുതമാണല്ലേ. കല്ലിലും പാറകളിലും ഒക്കെ കൊത്തി ഉണ്ടാക്കിയ ഒരുപാട് ശില്പങ്ങളാണ് നമുക്ക് ഈ അമ്പലത്തിന് ചുറ്റും കാണാൻ സാധിക്കുന്നത്. ഇത് ശിവന്റെ ക്ഷേത്രമാണെങ്കിലും ശിവനുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ദൈവങ്ങൾക്കും, അതായത് പമ്പാ നദി ആയിക്കോട്ടെ, ഗംഗാദേവി ആയിക്കോട്ടെ, അങ്ങനെ ഓരോ ആൾക്കാർക്കും സ്പെഷ്യൽ ആയിട്ടുള്ള പ്രത്യേക തന്നെ പൂജയും കാര്യങ്ങളും ഒക്കെ അവിടെ നടക്കുന്നുണ്ട്. നമ്മളെല്ലാവരും കൂടി ഒപ്പരമായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. ആ സമയത്ത് നല്ല തിരക്കും ഉണ്ടായിരുന്നു. നമ്മൾ ആ കൂട്ടത്തിൽ നിന്ന് ഞാൻ ഒറ്റപ്പെട്ട് വേറൊരു ഗ്യാങ്ങിൽ പെട്ടുപോയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് അവരൊരു അണ്ടർഗ്രൗണ്ടിലേക്ക് പോകുന്ന കണ്ടപ്പോൾ ഞാൻ അവരുടെ കൂടി ഒന്ന് എന്താണെന്ന് അറിയാനുള്ള എക്സൈറ്റ്മെന്റിൽ പോയതാണ്. അവിടെ പോയപ്പോഴാണ് വേറൊരു ശില്പവും നന്ദിയും ഒക്കെ ഉണ്ടായിരുന്നത്. അവിടെ നിന്ന് എല്ലാവരും തൊഴുത് പ്രസാദമൊക്കെ വാങ്ങി ഇറങ്ങുന്നുണ്ടായിരുന്നു. നമ്മൾ പ്രകൃതി ഭംഗി എന്നൊക്കെ പറയില്ലേ, അത് തന്നെയാണ് അവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത. അതുകൂടാതെ അവർ ഈ പണിത് വെച്ച കാര്യങ്ങളും പണ്ടത്തെ ആൾക്കാരെ കുറിച്ച് നമ്മൾ ആലോചിക്കുമ്പം എപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇപ്പോഴത്തെ പോലെ നല്ല, പണ്ട് നമുക്ക് അതിലുള്ള ഫെസിലിറ്റീസും ഒന്നും ഇല്ലാത്ത സമയത്താണ് അവർ ഇങ്ങനെ ഇത്രയും അത്ഭുതകരമായിട്ടുള്ള ബിൽഡിംഗ് ഒക്കെ പണിത് വെച്ചിരിക്കുന്നത്. അമ്പലത്തിൽ നിന്ന് തൊഴുതിറങ്ങി നമ്മൾ നേരെ സ്റ്റെപ്പ് കയറി വീണ്ടും മുകളിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. മുകളിലാണെങ്കിൽ ഒരുപാട് ചെറിയ ബിൽഡിങ്സും പാറകൾ കൊണ്ട് ചെയ്ത ഒരുപാട് കല്ല് ശില്പങ്ങളും അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ നമ്മൾ അവിടെ ഒരുപാട് നേരം സ്പെൻഡ് ചെയ്തു. അവിടെ നമ്മൾ ഏറ്റവും മുകളിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് തൊട്ടപ്പുറത്തുള്ള ഒരു അമ്പലം കൂടി കാണാൻ പറ്റും. റോഡിലൂടെ വരുമ്പോൾ നമ്മൾ കണ്ടതാണ്. പിന്നെ നമ്മൾ അവിടെ നിന്ന് പറയുന്നുണ്ടായിരുന്നു നമുക്ക് പോകുമ്പോൾ അവിടെയും കൂടി കയറണം എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടെ നേരെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി മാംഗോ ട്രീയിലേക്കായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. താലിയായിരുന്നു നമ്മൾ എല്ലാവരും കഴിച്ചിട്ടുണ്ടായിരുന്നത്. നല്ല ഫുഡായിരുന്നു, നമുക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റി ഫുഡൊക്കെ ആയിരുന്നു അവിടെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. നെക്സ്റ്റ് നമ്മുടെ യാത്ര എന്ന് പറയുന്നത് വിറ്റാല ടെമ്പിളിലേക്കായിരുന്നു. അവിടുന്ന് കുറച്ച് ദൂരം കൂടി പോയാൽ നമുക്ക് അവിടെ എത്താൻ പറ്റും. ഇതാണ് നമ്മളുടെ ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള കാര്യം. ഹംപിയിൽ നമുക്ക് ഏതൊരു സ്ഥലത്ത് പോകണ്ടെങ്കിലും വിത്തിൻ കിലോമീറ്റേഴ്സ് നമുക്ക് എല്ലാ സ്ഥലത്തും കവർ ചെയ്യാൻ പറ്റും. അത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ അത്ര ടയേർഡൊന്നും ആവാതെ തന്നെ നമുക്ക് ഒരുവിധം എല്ലാ സ്ഥലവും കാണാൻ പറ്റുന്നത് അതിനൊരു വലിയ റീസൺ ആണ്. നമ്മളൊരു ഈവനിങ് ടൈം ആയിട്ടുണ്ടായിരുന്നു അവിടെ എത്താൻ വേണ്ടിയിട്ട്. ആ സമയത്ത് നമുക്കൊരു സൺസെറ്റിന്റെ ഒരു സൺലൈറ്റും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഭയങ്കര അടിപൊളിയായിരുന്നു. അതിൻ്റെ ഒരു ആംബിയൻസും ആ ഒരു അമ്പലം കാണാൻ വേണ്ടിയിട്ടൊക്കെ അടിപൊളിയായിരുന്നു. നമ്മൾ ഈ വിജയ വിട്ടാല ടെമ്പിളിന്റെ എൻട്രൻസ് തന്നെ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ 50 രൂപയിൽ ഉണ്ടാവുന്ന രഥമില്ലേ, നമ്മുടെ നോട്ടിലുണ്ടാവുന്ന, നമുക്ക് അവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ മുമ്പിൽ നിന്നിട്ട് എല്ലാവരും 50 രൂപ പിടിച്ചുകൊണ്ട് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു. നമ്മളും കുറെ നേരം ഇങ്ങനെ അവിടെ കാത്തു നിന്നു, ആരെങ്കിലും 50 രൂപ തന്നിട്ടുണ്ട് നമുക്ക് ഫോട്ടോ എടുക്കാന്ന് വെച്ചിട്ട്. നമ്മുടെ കയ്യിൽ ലിക്വിഡ് മണിയൊന്നും 50 രൂപ ഒന്നും ഉണ്ടായിരുന്നില്ല.
എനിക്ക് എല്ലാ സ്ഥലത്തും പോയി കഴിഞ്ഞാൽ ഈ അഡ്വഞ്ചറസ് കാര്യങ്ങളിലൊക്കെ ഏർപ്പെടാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ അത് കഴിഞ്ഞ് എനിക്ക് ഭയങ്കര പേടിയായിരിക്കും. അതുകൊണ്ട് തന്നെ ഞാൻ തേജസ്വിനിയും കൂടിയിട്ടുണ്ടായിരുന്നു. ആ ഒരു ഗുഹയുണ്ടായിരുന്നു, അതിൻ്റെ ഉള്ളിലേക്ക് പോയത്. ഗുഹയൊന്നല്ല, ജസ്റ്റ് ഒരു ഡോർ ഓപ്പൺ ആയിരുന്നു. അതിലൂടെ നമ്മൾ ഇറങ്ങി പോയി കഴിഞ്ഞാൽ ഭയങ്കര ഇരുട്ടായിട്ടുള്ള ഒരു സ്ഥലം, പിന്നെ നേരെ ഡോർ ഇപ്പുറത്തേക്ക് ഓപ്പൺ ആവുന്നു. അങ്ങനെ അപ്പം നമ്മൾ അതിലൂടെ പോയിട്ടുണ്ടായിരുന്നു. എന്തായാലും അതൊരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. കുറച്ച് സമയം ഇല്ലെങ്കിൽ പോലും ഒരു ഭീതിപ്പെടുത്തുന്ന ഭയങ്കര ഇരുട്ടൊക്കെ ആയിട്ടുള്ള ഒരു സ്ഥലം കൂടിയായിരുന്നു. നമ്മൾ അവിടെ നിന്ന് നേരെ സുഗ്രീവാസ് കേവിലേക്കായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. അപ്പൊ നടന്നു പോകുന്ന സമയത്ത് നമുക്ക് ചുറ്റുമുള്ള കാഴ്ചകളും ഭയങ്കര അടിപൊളിയായിരുന്നു. കുഞ്ഞു കുഞ്ഞു ബിൽഡിങ്സ് ആയിക്കോട്ടെ, ഒരു ലേക്ക് പോലത്തെ സ്ഥലം ആയിക്കോട്ടെ, അതൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ നമ്മൾ അതൊക്കെ എക്സ്പ്ലോർ ചെയ്തുകൊണ്ടായിരുന്നു ആ സുഗ്രീവാസ് കേവിലേക്ക് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. അവിടെ നമ്മൾ തിരിച്ചു വരുമ്പം ഒരു ചെറിയ രീതിയിൽ മഴയും പെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ നേരെ ഓടി വന്ന് ഒരു ബിൽഡിങ്ങിലൊക്കെ ഇരുന്ന് നൈറ്റ് നമ്മൾ റെസ്റ്റോറൻറ്റിൽ കയറി ഫുഡും കഴിച്ച് നമ്മൾ സ്റ്റേ ചെയ്യുന്നിടത്തേക്ക് വന്ന് ഒരു കോഫിയൊക്കെ കുടിച്ച് നൈറ്റ് വൈബ് അടിച്ചിരുന്നു. അപ്പം ഇത്രയൊക്കെയാണ് നമ്മുടെ ഹംപിയിലെ ഇന്നത്തെ വിശേഷം എന്ന് പറയുന്നത്. അപ്പം ബാക്കി വിശേഷങ്ങളായി നെക്സ്റ്റ് വീഡിയോ കാണുന്നവരേക്കും ബൈ.